ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ആൻഡ്രൂ ഡിഫൻസ് അക്കാഡമി. അപ്പോൾ ഇന്നത്തെ പുതിയൊരു സെഷനാണ്, ഇംഗ്ലീഷിലെ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക്, അതുപോലെ തന്നെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും മസ്റ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ടാഗ്സ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ ടാഗ്സ് എങ്ങനെ ഫ്രെയിം ചെയ്യാം, ക്വസ്റ്റ്യൻ ടാഗിന്റെ പ്രത്യേകത എന്താണ്, റൂൾസ് എന്താണ്, ടിപ്സ് എന്താണ് തുടങ്ങിയവയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ക്വസ്റ്റ്യൻ ടാഗ്? ക്വസ്റ്റ്യൻ ടാഗിന്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കിയാലോ. എ ക്വസ്റ്റ്യൻ ടാഗ് ഈസ് എ ഷോർട്ട് ക്വസ്റ്റ്യൻ ആഡഡ് അറ്റ് ദ എൻഡ് ഓഫ് എ സ്റ്റേറ്റ്മെന്റ് ടു കൺഫേം ഓർ ചെക്ക് ഇൻഫർമേഷൻ. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് വളരെ ഷോർട്ട് ക്വസ്റ്റ്യനെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വിളിക്കും. എല്ലായ്പ്പോഴും സ്റ്റേറ്റ്മെന്റിന്റെ എൻഡിലായിട്ട്, അതായത് അവസാനമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കൺഫേം ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ ശരിയാണോ അതോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ടേൺസ് എ സ്റ്റേറ്റ്മെന്റ് ഇൻടു എ ക്വസ്റ്റ്യൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് ഒരു സ്റ്റേറ്റ്മെന്റിനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റാനായിട്ട് സഹായിക്കുന്നു. വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റാനായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് നമ്മളെ സഹായിക്കുന്നു. നമുക്ക് എക്സാമ്പിൾ നോക്കാം. യു ആർ എ സ്റ്റുഡൻറ്റ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ആക്കാം? ആർഇൻഡ് യു, അല്ലേ, ആണോ അല്ലേ. ഇവിടെ നമ്മൾ കൺഫേം ചെയ്യാണ്, സ്റ്റുഡൻ്റ് ആണോ അതോ എന്താണ് വർക്കിംഗ് ആണോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാം. യു ആർ എ സ്റ്റുഡൻറ്റ്, ആർഇൻഡ് യു, അല്ലേ, ആണോ എന്നുള്ളതൊരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. ഷീ ക്യാൻ സിങ് വെൽ, കാൺ ഷീ, അവൾക്ക് നന്നായി പാടാൻ കഴിയും, പാടാൻ പറ്റില്ലേ. അവിടെ നമ്മൾ അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൺഫേം ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ ചെക്ക് ചെയ്യാണ്, നീ നന്നായി പാടില്ലേ, അല്ലെങ്കിൽ നീ ഒരു സ്റ്റുഡൻ്റ് അല്ലേ എന്നുള്ള കാര്യം അല്ലേ. അപ്പം നമ്മളിവിടെ നോക്കിക്കേ, ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ താഴെ എന്ത് കൊടുത്തിട്ടുണ്ട്? അതിനോടടുത്ത് തന്നെ എൻഡിലായിട്ട് നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ കാണാനായിട്ട് സാധിക്കും. ഈ പറയുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വളരെ വേഗം നമുക്ക് ക്വസ്റ്റ്യൻ ആകാനായിട്ട് സഹായിക്കുന്നതും ഈ ക്വസ്റ്റ്യൻ ടാഗ് തന്നെയാണ്. ഇനി ക്വസ്റ്റ്യൻ ടാഗ്സ് എങ്ങനെ ഫ്രെയിം ചെയ്യാം? ബേസിക് റൂൾസ്. അപ്പോൾ നോക്കിക്കേ, എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഈസി ആയിട്ട് ഫ്രെയിം ചെയ്യാനായിട്ട് സാധിക്കുക? അതിനായി കുറച്ച് റൂൾസ് നമ്മൾ പഠിക്കണം. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ തന്നെ പഠിക്കാം. ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ് ആയിരിക്കണം. അപ്പോൾ ശ്രദ്ധിച്ച്, എന്താ ഈ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, എന്താണ് ഈ നെഗറ്റീവ് ടാഗ്? ടാഗ് എന്താണ്? ഇതൊക്കെ നമുക്ക് നോക്കാം. If the sentence is positive, the tag is negative. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റൂളിൽ പറഞ്ഞത്, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മുടെ കയ്യിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആണെങ്കിൽ, അതായത് നോയോ, നോട്ടോ, നെവറോ, സെൽഡം, റെയർലി തുടങ്ങിയവ ഒന്നും ഉപയോഗിക്കാതെ പോസിറ്റീവ് ആയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് ചേർക്കണം? നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ടാഗ് ചേർക്കണം. ടാഗ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ്, അതായത് അവസാനമുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ ഷീ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വെർബ് ഇവിടെ എന്താണ്? ഈസ് ആണ് ഇവിടെ വെർബ്. ഇവിടെ വേറെ മെയിൻ വെർബുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഓക്സിലറി വെർബ് തന്നെയാണ് മെയിൻ വെർബായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ഈസ് ആണ് ഇവിടെ വെർബ്. അപ്പോൾ ഈ പറയുന്ന ഓക്സിലറി വെർബിനെ നമുക്കിവിടെ ആവശ്യമുണ്ട് അല്ലേ. എന്തിനാണ്? ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് ഓക്സിലറി വെർബ് തന്നെയാണ്. അതിനുശേഷം നെഗറ്റീവ് ആക്കണം നമ്മളത്. അതായത് പോസിറ്റീവാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് എങ്കിൽ നമ്മുടെ ടാഗ് എന്തായിരിക്കണം? ഓൾവേസ് നെഗറ്റീവ്. അപ്പോൾ നോട്ട് ചേർത്താലേ നമുക്ക് നെഗറ്റീവ് ആക്കും. അപ്പോൾ ഈസ് നോട്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റും. പക്ഷേ ഈസ് നോട്ടിൻ്റെ ഷോർട്ട് ഫോം തന്നെയാണ് ഈസിൻ്റെ. പിന്നെ എന്തുകൊണ്ട് ആൻസർ തെറ്റുന്നത്? ക്വസ്റ്റ്യൻ ടാഗ് എല്ലായ്പ്പോഴും എന്തായിരിക്കണം എന്നാണ് നമ്മൾ പഠിച്ചത്? വളരെ ഷോർട്ടായിരിക്കണം. അപ്പം എന്താണ്? ഷോർട്ട് ഫോമിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ ഈസ് നോട്ട് എന്ന് എഴുതരുത്, പകരം ഈസിൻ്റെ എന്ന് ചേർക്കുക. ഈസ് നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് എന്തെന്ന് പറയുന്നത്? ഈസിൻ്റെ. അതിനുശേഷം നമ്മൾ ഷീ ചേർത്തു അല്ലേ. ആദ്യം ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ വേറെ റൂൾസ് ഒന്നും നോക്കണ്ട, നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് റൂൾസ് പഠിക്കാം. ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത്, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആകണമെന്ന് നമ്മൾ പഠിച്ചതുകൊണ്ട് ഈസിനോടൊപ്പം നോട്ട് ചേർക്കുന്നു, ഈസ് നോട്ടാക്കി നമ്മുടെ ടാഗ് ഫിനിഷ് ചെയ്യുന്നു. ഇതാണ് ആദ്യത്തെ റൂള്. നെക്സ്റ്റ് എക്സാമ്പിൾ, നമുക്ക് ഓരോ എക്സാമ്പിളും കൂടെ ചെക്ക് ചെയ്യാം. ദേ ആർ കമ്മിങ്, പോസിറ്റീവ് ആണോ ടാഗ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് അതോ നെഗറ്റീവ് ആണോ സ്റ്റേറ്റ്മെൻറ്റ്? ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആ ഒരു കാര്യമാണ്.
അപ്പോൾ ഇവിടെ നോക്കിക്കേ, ദേ ആർ കമ്മിങ് എന്നാണ്. ആർ പോസിറ്റീവ് ആണ്, നെഗറ്റീവ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആർ നോട്ട് എന്നാക്കുക, അല്ലെങ്കിൽ ആർ നോട്ട് ആണ് എന്തെന്ന് പറയുന്നത് ഷോർട്ട് ഫോമിൽ ആയി മാറുന്നത്. അപ്പോൾ ഷോർട്ട് ഫോമിൽ വേണം എഴുതാൻ, നെഗറ്റീവ് ആക്കണം. കാരണം ഇത് പോസിറ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് ആക്കി എഴുതുന്നത്. ഫസ്റ്റ് റൂൾ ക്ലിയർ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിലെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു റൂളാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. പോസിറ്റീവ് ആയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് നെഗറ്റീവ് ആയിരിക്കും ടാഗ്. അപ്പോൾ സ്വാഭാവികമായും അടുത്ത റൂൾ എന്തായിരിക്കും? ഇതിൻ്റെ ഓപ്പോസിറ്റ്, വൈസ് വേഴ്സ ആയിരിക്കണ്ടേ? നോക്കിക്കേ, സെക്കൻഡ് ബേസിക് റൂൾ എന്താണ്? നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് പോസിറ്റീവ് ടാഗ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എന്താണ് ഇവിടെ ഈ ഒരു റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് ദ സെൻറ്റൻസ് ഈസ് നെഗറ്റീവ് ദെൻ ദ ടാഗ് ഈസ് പോസിറ്റീവ്. സെൻറ്റൻസ് നെഗറ്റീവിൽ വന്നാൽ നമ്മുടെ ടാഗ് എല്ലായ്പ്പോഴും പോസിറ്റീവിലേക്ക് ചേഞ്ച് ആകും. അങ്ങനെ ആകുന്നുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഷീ ഈസിൻറ്റ് കമ്മിങ്. ഈസിൻറ്റ് എന്തിൻ്റെ ഷോർട്ട് ഫോം ആണ്? ഈസിൻറ്റ്. ഈസ് നോട്ടിൻ്റെ ഷോർട്ട് ഫോം ആണ് ഈസിൻറ്റ് അല്ലേ? അപ്പോൾ ഈസ് നോട്ട് എന്നുള്ളതാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. നോട്ട് അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവായി അല്ലേ? നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താകും? സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആകും. അപ്പോൾ നമ്മുടെ ടാഗ് എന്താക്കണം? സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആയാൽ ടാഗ് പോസിറ്റീവ് ആകണം. അപ്പോൾ നമുക്ക് ഈസ് മാത്രം എടുത്താൽ മതി. അതായത് നമുക്കിവിടെ നെഗറ്റീവ് പാടില്ല, ഈസ് ആണ് എടുക്കേണ്ടത്. കൂടെ നമ്മൾ ഷീ ചേർക്കുന്നു, ഈസ് ഷീ. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ, ദേ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ്. ദേ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ്. ഇവിടെയും എന്താണ്? ഡു നോട്ടിൻ്റെ ഷോർട്ട് ഫോം കാണാനായിട്ട് സാധിക്കും അല്ലേ? ഡു പ്ലസ് നോട്ടാണ് എന്തെന്ന് പറയുന്നത്? ഡോണ്ട്. അപ്പോൾ ഡോണ്ട് എന്ന് വരുമ്പോൾ നെഗറ്റീവ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ നോട്ട് കളയുക. പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓക്സിലറി വെർബിനോടുള്ള ഒപ്പമുള്ള നെഗറ്റീവ് അങ്ങ് എടുത്ത് മാറ്റിയാൽ മതി അല്ലേ? ഡു, ദേ. വളരെ സിമ്പിളായിട്ടുള്ള രണ്ടാമത്തെ റൂള് ഇവിടെ അവസാനിച്ചു. നിങ്ങൾക്കായിട്ട് ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയിൽ SSC GD ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓൺലൈനായിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീസ് വരുന്നത് 2500 രൂപ മാത്രമാണ്. ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് നിരവധി ബെനിഫിറ്റ്സ് ആണ് ലഭിക്കാനായിട്ട് പോകുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേതായിട്ട് ഡെയിലി ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവ് ക്ലാസ് ഇനി അഥവാ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർ ഇനി വിഷമിക്കേണ്ട. നമ്മുടെ ആപ്പിൽ ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയുടെ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആപ്പിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻ അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. തുടർന്ന് വീക്ക്ലി 6 ഡേയ്സ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സിന് ശേഷവും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പറും ലഭിക്കുന്നതായിരിക്കും. തുടർന്ന് 100-ൽ പരം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യവും ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സീറ്റുകൾ ഉടൻ തന്നെ ബുക്ക് ചെയ്യുക. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് റൂൾ നമ്പർ 3. അപ്പോൾ മൂന്നാമത്തെ റൂൾ എന്താണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. യൂസ് ദ ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹെൽപ്പിംഗ് വെർബിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓക്സിലറി വെർബ് എന്ന് വിളിക്കുന്നത്. ഫ്രം ദ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ടാഗ് ഫോം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ടാഗ് ഫ്രെയിം ചെയ്യണം. അപ്പോൾ എവിടെ നിന്ന് നമുക്ക് ഓക്സിലറി വെർബ് കിട്ടും? നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ അത് കൊടുത്തിട്ടുണ്ടാകും അല്ലേ? സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നത്? നമ്മുടെ ടാഗിലേക്ക് ഓക്സിലറി വെർബിനെ കൊണ്ടുപോകുന്നത്. അപ്പം പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ നമ്മുടെ ടാഗിനകത്ത് വരുമ്പോൾ ഓക്സിലറി വെർബിനോടൊപ്പം നെഗറ്റീവ് ആക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഇനി നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ നേരെ പോസിറ്റീവ് ആക്കുന്നു എന്ന് പഠിച്ചു. ഇനി നമ്മുടെ ഓക്സിലറി വെർബിനെ നമുക്ക് എവിടെ നിന്ന് കിട്ടി? നമുക്ക് നോക്കാം. ഇഫ് ദ സെൻറ്റൻസ് ഹാസ് എ ഹെൽപ്പിംഗ് വെർബ്. ഹെൽപ്പിംഗ് വെർബാണ് ഓക്സിലറി വെർബ്, അത് തിരിഞ്ഞു പോകരുത്. അപ്പോൾ ഹെൽപ്പിംഗ് വെർബിൽ അതായത് ഏതൊക്കെയാണ് ഈ ഹെൽപ്പിംഗ് വെർബ്? ഈസ് ഉണ്ട്, ആം ഉണ്ട്, ആറുണ്ട്. പ്രസൻറ്റ് ടെൻസിലെ ഈസ്, ആം, ആറ്. ഇനി പാസ്റ്റ് ടെൻസിലെ വാസും വേറുമുണ്ട് ഉണ്ടല്ലോ. പിന്നെ ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, ക്യാന്, കുഡ് തുടങ്ങിയ മോഡൽ ഓക്സിലറിയും വരാം. ഓക്കെ, മോഡൽ ഓക്സിലറി വെർബുകളോ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഓക്സിലറി വെർബുകളോ ഒക്കെയാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉള്ളത് എങ്കിൽ നമ്മുടെ ടാഗിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഏതാണോ സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിച്ച ഓക്സിലറി വെർബ് അത് തന്നെയാണ് ടാഗിലേക്ക് എഴുതേണ്ടത്. അപ്പോൾ നോക്കിക്കേ, നമുക്കൊരു എക്സാമ്പിൾ വർക്കൗട്ട് ചെയ്ത് നമുക്കിത് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഷീ ഈസ് ഡാൻസിങ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നോക്ക്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഷീ ഈസ് ഡാൻസിങ്. ഇവിടെ ഓക്സിലറി വെർബ് ഒന്ന് കണ്ടെത്തിക്കേ. അതായത് ഏതൊക്കെയാണ് ഓക്സിലറി വെർബുകൾ? ഈസ്, ആം, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ് ഓർ ഹാഡ്, വില്ല്, ക്യാന്, കുഡ്, മേ, മൈറ്റ് തുടങ്ങി എല്ലാ മോഡൽ ഓക്സിലറി വെർബുകളും നമുക്കിതിൽ ഉൾപ്പെടും. ഇപ്പോൾ നോക്കിയേ, ഷീ ഈസ് ഡാൻസിങ്. ഇവിടെ ഓക്സിലറി വെർബ് ഏതാണ്? ഈസ് ആണ്. ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽപ്പിംഗ് വെർബുകളാണ്. എന്താണ് ഈ ഹെൽപ്പിംഗ് വെർബുകൾ? മെയിൻ വെർബുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സെൻറ്റൻസിൽ നിൽക്കുന്ന
ചെറിയ വെർബുകൾ അല്ലേ, മെയിൻ വെർബ് വലുതായിരിക്കും, അപ്പോൾ ഇത് ഇച്ചിരി ചെറുതായിരിക്കും അല്ലേ. അങ്ങനെയുള്ള വളരെ ഷോർട്ട് ആയിട്ടുള്ള വെർബുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, മെയിൻ വെർബുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന വെർബുകളാണ് നമ്മുടെ ഓക്സിലറി വെർബ് അഥവാ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വെർബ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ കാണും. ഓക്കെ, കാണത്തില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ അടുത്ത റൂളിൽ പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി ഓക്സിലറി വെർബ് തന്നിട്ടുണ്ട്. അപ്പം നോട്ട് ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവായി. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ടാഗ് എന്തായി മാറണം? നെഗറ്റീവായിട്ട് മാറണം. അപ്പോൾ ഈസിൻ്റെ കൂടെ എന്ത് ചേർക്കുമ്പോഴായിരിക്കും അത് നെഗറ്റീവ് ആവുന്നത്? ഈസിനോടൊപ്പം നോട്ട് ചേർക്കണം. ഈസ് നോട്ട് എന്നായി. ഈസ് നോട്ട് എന്ന് നേരിട്ട് എഴുതാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഈസിൻ്റെ എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഷീ ചേർക്കുന്നു, ഈസ് ഇൻ ഷീ. ഓക്കെ, ക്ലിയർ ആയി കാണുമല്ലോ. വീണ്ടും ക്ലിയർ ആയിട്ടില്ലേ? വിഷമിക്കേണ്ട, നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. യു ഹാവ് ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക്. അടുത്ത എക്സാമ്പിളാണ് യു ഹാവ് ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക്. ഇവിടെ ഓക്സിലറി വെർബ് ഏതാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ഏതാണ്? ഇവിടെ ഓൾറെഡി മെയിൻ വെർബ് ഉണ്ട്, ഏതാണ്? ഫിനിഷ്ഡ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓക്സിലറി വെർബ് ആരാണ്? ഹാവ് ആണ്. ഇപ്പോൾ ഹാവിനെ ഇങ്ങ് എടുത്തേരെ. ഹാവ് നമ്മുടെ കൂടെ എവിടേക്ക് പോരും? നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് ഫ്രെയിം ചെയ്യാനായിട്ട് വരും. ഹാവ് കിട്ടി. ഇനി യു ഹാവ് ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക് എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ട് ഒരു വേർഡ് പോലും അതിനകത്തില്ല. നോട്ടില്ല, നെവറില്ല, റെയർലിയോ സെൽഡോ തുടങ്ങി നെഗറ്റീവ് മീനിങ് തരുന്ന ഒരു വാക്കുകളും ഇതിനകത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നോട്ട് ചേർക്കണം. ഹാവിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ അത് എന്താകും? ഹാവിൻ്റെ ആകും. ഹാവിൻ്റെ എന്നിട്ട് യു എഴുതി. ഹാവിൻ്റെ യു. ഈസി അല്ലേ? ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ദേ വിൽ കം. ഇവിടെ കം എന്നുള്ളത് മെയിൻ വെർബാണ്. ഈ മെയിൻ വെർബിനെ സഹായിക്കാനായിട്ട് ഇവിടെ നിൽക്കുന്ന ഓക്സിലറി വെർബ് ആരാണ്? വില്ലാണ്. അപ്പം ദേ വിൽ കം എന്നുള്ളത് എന്തായി മാറുന്നു? വില്ലിനെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്താകണം? വോണ്ട് ആകണം. കാരണം പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നത്. അപ്പോൾ വില്ലിനെ അപ്പുറം കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചേർക്കും കൂടെ? നോട്ട് ചേർക്കും കൂടെ. അപ്പോൾ വിൽ പ്ലസ് നോട്ട് എന്താകും? വോണ്ട് ആവും. അതുകൊണ്ടാണ് അത് വോണ്ട് ആയത്. ഓക്കെ, വില്ലാണ് നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ കൊണ്ടുപോകുന്ന ടൈമിൽ നമുക്ക് പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കേണ്ട ഒരു ഡ്യൂട്ടി കൂടിയുണ്ട്. അതുകൊണ്ട് നോട്ട് കൂടെ ചേർക്കും. വില്ലിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ അത് വോണ്ടായി. വോണ്ട് കഴിഞ്ഞിട്ട് നമ്മുടെ സബ്ജക്റ്റ് അവിടെ പോകുന്നു, ദേ. വോണ്ട് ദേ. ഇനി എല്ലാം ഇപ്പോഴും ക്വസ്റ്റ്യൻ ടാഗ് ഫ്രെയിം ചെയ്ത് ക്വസ്റ്റ്യൻ ടാഗ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാനായിട്ട് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ അവസാനം എന്തിടണം? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കണം. അതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലായ്പ്പോഴും എൻഡ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ മാർക്കിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ റൂൾ നമ്പർ 3 നമ്മൾ എന്താണ് പഠിച്ചത്? ഓക്സിലറി വെർബുകൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ ഓക്സിലറി വെർബുകൾ തന്നെ വേണം നമ്മൾ ടാഗിലേക്ക് ഉപയോഗിക്കാനായിട്ട്. എന്നാൽ ഒരു ചെറിയ മാറ്റമുണ്ട്. പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ടാഗിലേക്ക് വരുമ്പോൾ അത് നെഗറ്റീവ് ആക്കണം. ഇനി സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗിലേക്ക് വരുമ്പോൾ അത് പോസിറ്റീവ് ആകുന്നു. അങ്ങനെ ഒരു ചെറിയ മാറ്റം നമ്മൾ പഠിച്ചു. ബേസിക് റൂൾസ് ആണ്. 1, 2, 3 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. Rule number 4. We are moving to the next rule. Rule number 4. No helping verb then use do, does, did. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇനി അഥവാ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഓക്സിലറി വെർബ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ടാഗ് ഫ്രെയിം ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് മസ്റ്റായിട്ട് ആരെ വേണം? ഓക്സിലറി വെർബ് വേണം. ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓക്സിലറി വെർബ് ഇല്ലാതെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് ചുമ്മാ കൈന്നിട്ട് എഴുതാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? അവിടെ നിങ്ങൾ വിഷമിക്കാൻ പാടില്ല. അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഡു, ഡസ്, ഡിഡ്. അപ്പോൾ ഇത് മറന്നു പോരുത്. സ്റ്റേറ്റ്മെൻറ്റിൽ ഓക്സിലറി വെർബ് ഇല്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് അല്ലെങ്കിൽ ഡിഡ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി അടുത്ത സംശയം, എവിടെയാണ് ഡു യൂസ് ചെയ്യുക? എവിടെ ഡസ് യൂസ് ചെയ്യും? അതല്ലെങ്കിൽ എവിടെയാണ് ഡിഡ് യൂസ് ചെയ്യേണ്ടത്? അത് പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസിനെയും അനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ നമുക്ക് ഡു അല്ലെങ്കിൽ ഡസ് യൂസ് ചെയ്യാം. അപ്പം ഡുവും ഡസും ഏത് ടെൻസിലാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? നോക്കിക്കേ, ഡൂവിനെയും ഡസിനെയും നമുക്ക് പ്രസൻറ്റിൽ ഉപയോഗിക്കാം. അപ്പോൾ നോർമലി എവിടെയായിരിക്കും ഡിഡ് വരിക? പാസ്റ്റിലായിരിക്കും ഡിഡ് വരുന്നത്. ഓക്കെ, പാസ്റ്റിൽ ഡിഡാണ്, പ്രസൻറ്റിൽ ഡൂവും ഡസ്സും ഉണ്ട്. അപ്പോൾ വീണ്ടും ഒരു ഡൗട്ട്, ഇനിയിപ്പോൾ പ്രസൻറ്റ് ടെൻസ് തന്നെയാണ്, അപ്പോൾ ഡു ആണോ ഡസ് ആണോ ചേർക്കേണ്ടത്? അതെന്തിനെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു? സിംഗുലർ സബ്ജക്റ്റ് ആണോ അത് പ്ലൂറൽ സബ്ജക്റ്റ് ആണോ എന്ന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഡു ആണോ ഡസ് ആണോ ചേർക്കേണ്ടതെന്ന് തീരുമാനിക്കാം. അപ്പോൾ ഡു ആണെങ്കിൽ അത് പ്ലൂറൽ സബ്ജക്റ്റുകളോടൊപ്പം ചേർക്കണം. ഒന്നിലധികം വരുന്ന സബ്ജക്റ്റുകൾ, അതായത് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നിലധികം പേരുണ്ടെങ്കിൽ നമ്മൾ പ്ലൂറലായിട്ട് കണക്കാക്കണം. പ്ലൂറൽ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? ഐ, യു, ദേ, വി നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? ഐ, യു, ദേ, വി തുടങ്ങിയ സബ്ജക്റ്റുകളാണ് പ്ലൂറൽ സബ്ജക്റ്റ്. ഇവയോടൊപ്പം നമുക്ക് എന്ത് ചേർക്കാം?
ഡു ചേർക്കാം അല്ലേ. ഇനി ഡസ് ചേർക്കേണ്ടത് എവിടെയായിരിക്കും? തീർച്ചയായിട്ടും സിംഗുലർ സബ്ജക്റ്റുകളോടൊപ്പമാണ് ഡസ് ചേർക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് സിംഗുലർ സബ്ജക്ട്സ്? ഹി, ഷീ, ഇറ്റ് തുടങ്ങിയ സബ്ജക്റ്റുകളാണ് സിംഗുലർ സബ്ജക്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓക്സിലറി വെർബ് കൊടുക്കാനായിട്ട് സാധിക്കും. ഡു അല്ലെങ്കിൽ ഡസ്, അതും അല്ലെങ്കിൽ ഡിഡ്. ഡൂം ഡസും പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കാം. ഡിഡ് ആണെങ്കിൽ പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യാം. ഇനി പ്രസൻറ്റ് ടെൻസിൽ നമുക്ക് ഡൂം ഡസ് യൂസ് ചെയ്യേണ്ടത് എവിടെയാണ്? സിംഗുലറിനോടൊപ്പം ഡസും പ്ലൂറലിനോടൊപ്പം ഡൂവും യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പിടികിട്ടി. ഇനി ഇത് എങ്ങനെ യൂസ് ചെയ്യാം നമുക്കൊന്ന് നോക്കിയാലോ. ഇഫ് ദർ ഇസ് നോ ഹെൽപ്പിംഗ് വെർബ് യൂസ് ഡു, ഡസ്, ഡിഡ് അക്കോർഡിംഗ് ടു ടെൻസ് ആൻഡ് സബ്ജക്റ്റ്. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ ടെൻസ് ബേസ്ഡ് ആണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. ടെൻസ് ബേസ്ഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നിങ്ങൾക്ക് കോമൺലി ഡിഡ് യൂസ് ചെയ്യാം. പക്ഷേ പ്രസൻറ്റ് ടെൻസ് ആകുമ്പോൾ ഡു ഓർ ഡസ് യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, യു ലൈക്ക് കോഫി. യു ലൈക്ക് കോഫി. ഇവിടെ സബ്ജക്റ്റ് ആരാണെന്ന് നോക്കിക്കേ. യു ആണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. പ്രസൻറ്റ് ടെൻസ് ആണ്. യു ലൈക്ക്ഡ് കോഫി എന്നല്ല പറഞ്ഞത്, ജസ്റ്റ് ലൈക്ക് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ലൈക്കേ. അപ്പോൾ അത് പ്രസൻറ്റ് ടെൻസ് ആയി. ഓക്കെ. അപ്പോൾ ഇനി എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പ്രസൻറ്റ് ടെൻസ് ആണ്, സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. അപ്പോൾ നമ്മൾ ഡു ആണോ ഡസ് ആണോ ചേർക്കേണ്ടത്? ഡു ആയിരിക്കും ചേർക്കേണ്ടത്. തീർച്ചയായിട്ടും നമുക്കിവിടെ ഡു തന്നെ ചേർക്കാം. ഓക്കെ. ഇനി പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആകണം. അപ്പോൾ എന്ത് ചേർക്കും? നോട്ട് ചേർക്കും. അപ്പോൾ ഡു പ്ലസ് നോട്ട് എന്തായി മാറും? ഡോണ്ട് ആയി മാറും അല്ലേ. ഡു നോട്ട് ആണ് ഡോണ്ട് ആവുന്നത്. ഡോണ്ട് ചേർത്തില്ലേ? പിന്നെ യു സബ്ജക്റ്റ് വന്നു. ഡോണ്ട് യു ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. നെക്സ്റ്റ്, ഹീ പ്ലേസ് ഫുട്ബോൾ. ഹീ പ്ലേസ് ഫുട്ബോൾ. ഇവിടെ ഹീ പ്ലേസ് ഫുട്ബോളിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സബ്ജക്റ്റിൻ്റെ അടുത്ത് കിടക്കുന്ന നമ്മുടെ ഈ ഒരു വെർബ് കൂടെ ശ്രദ്ധിക്കുക. പ്രസൻറ്റ് ടെൻസ് ആണോ? പ്രസൻറ്റ് ടെൻസ് ആണെങ്കിലാണ് പിന്നെ നമ്മൾ സബ്ജക്റ്റ് എത്ര പേരുണ്ടെന്നുള്ള അറിയേണ്ടത് അല്ലേ. പ്ലേസ് എന്നുള്ളതാണ് നമ്മുടെ വെർബ്. അപ്പോൾ വെർബിൻ്റെ ടെൻസ് ഏതാണ്? വെർബിൻ്റെ ടെൻസ് ഏതാണ്? പ്രസൻ്റ് ആണ്. പ്ലേസ് എസ് ആണ് ചേർത്തിരിക്കുന്നത് അല്ലേ. ഇ ഡി ഫോമിലാണ് മിക്ക വെർബുകളും. ഇ ഡി ഫോമിലാവുമ്പോൾ അത് വി ടു ഫോമിലാവും. ഇവിടെ പ്ലേസ് ആണ്. അപ്പം പ്രസൻറ്റ് ടെൻസ് ആണ്. സബ്ജക്റ്റോ സിംഗുലർ ആണ്. അപ്പം പ്രസൻറ്റ് ടെൻസിൽ സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ ചേർക്കേണ്ടത് എന്താണ്? ഡസ് ആയിരിക്കണം. അപ്പോൾ നേരെ ഡസ്സിലേക്ക് വരാം. ഡസ്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവിൽ എഴുതണം. അപ്പോൾ ഡസ് പ്ലസ് നോട്ട് ഡസ് നോട്ട്. പിന്നെ ഹീ ചേർത്തു. ഡസ് ഇൻ ഹീ. സിമ്പിൾ അല്ലേ. വൺ മോർ എക്സാമ്പിൾ. ദേ വെൻറ്റ് ടു സ്കൂൾ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം. അപ്പോൾ വെർബ് നോക്കിക്കേ. വെൻ്റാണ് വന്നിരിക്കുന്നത്. ഏത് വെർബിൻ്റെ പാസ്റ്റ് ഫോമാണ് വെൻ്റ് എന്ന് പറയുന്നത്? ഗോ. അറിയാമല്ലോ. ഗോ, വെൻറ്റ്, ഗോൺ. അപ്പം V1, V2, V3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചോ. അപ്പോൾ ഗോ, വെൻറ്റ്, ഗോൺ V2 ഫോമാണ്. V2 ഫോം ആണെങ്കിൽ അതെന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആരെയാണ്? ഡിഡ് ആണ്. ഡിഡ് യൂസ് ചെയ്തോണം. അപ്പോൾ ഡിഡ് ഇവിടെ ഉണ്ട് അല്ലേ. ഇനിയിപ്പോൾ എന്താ ചേർക്കുക? പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ചേർക്കണം. അപ്പോൾ ഡിഡ് പ്ലസ് നോട്ട് ഡിഡ് നോട്ട്. ഡിഡ് നോട്ടിൻ്റെ ഷോർട്ട് ഫോം ഡിഡിൻറ്റ്. അപ്പോൾ ഡിഡിൻറ്റ് ചേർത്തു. എന്നിട്ടോ നമ്മൾ ദേ ചേർക്കുന്നു. ഡിഡിൻ ദേ. കംപ്ലീറ്റഡ്. അപ്പോൾ നമ്മുടെ നാലാമത്തെ റൂള് ഇവിടെ തീർന്നു. നാലാമത്തെ റൂള് വളരെ ഈസി ആയിരുന്നു. എന്താണ് പറഞ്ഞത്? ഹെൽപ്പിംഗ് വെർബ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഇല്ല എങ്കിൽ നമുക്ക് കൈ നീട്ടൊന്നും എഴുതാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ ഡു ഡസ് അല്ലെങ്കിൽ ഡിഡ് ചേർക്കണം. ഡിഡ് പാസ്റ്റ് ടെൻസിനോടൊപ്പം, ഡു ഓർ ഡസ് പ്രസൻറ്റിനോടൊപ്പം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഡസ്, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഡു. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. നമുക്ക് നെക്സ്റ്റ് റൂൾ നോക്കാം. റൂൾ നമ്പർ 5. അഞ്ചാമത്തെ റൂള് പറയുന്നത് നമ്മുടെ ടാഗിനകത്ത് ആരെയാണ് നമ്മൾ പ്രോനൗൺ ആയിട്ട് ചേർക്കേണ്ടത്? പ്രോനൗൺ എന്താ? നൗണിന് പകരം നിൽക്കുന്നത് എന്തോ അതാണ് പ്രോനൗൺ അല്ലേ. നൗണിന് പകരമായിട്ട് നിൽക്കണം. അതായത് പേരുകൾക്ക് പകരം നിൽക്കണം. ഇപ്പോൾ രമേശ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് പകരം ഹി എന്ന് പറയാം. സുനി എന്ന് പറഞ്ഞാൽ സുനിക്ക് പകരം എന്ത് പറയാം? ഹി എന്ന് പറയാം. പക്ഷെ ഒരു പെൺകുട്ടിയുടെ പേരാണെങ്കിലോ ഗീത എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ പേരിന് പകരം നമ്മൾ എന്ത് ചേർക്കും? ഷീ എന്ന് ചേർക്കും. അപ്പം നിങ്ങൾ എന്താ മനസ്സിലാക്കണ്ടേ? പേരിന് പകരം നിൽക്കുന്നത് എന്തോ അതിനെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ടാഗിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്ത് തന്നെയാണ്? പ്രോനൗൺ ഫോമേ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പേരൊന്നും ഡയറക്റ്റായിട്ട് എഴുതി വെക്കാൻ പറ്റില്ല. കാരണം എല്ലാം ഇപ്പോഴും നമ്മുടെ ടാഗ് ഷോർട്ട് ഫോമിലായിരിക്കണം എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു റൂൾ ഡിസ്കസ് ചെയ്യാം. ദ സബ്ജക്റ്റ് ഓഫ് ദ സെൻറ്റൻസ് ചേഞ്ചസ് ടു എ പ്രോനൗൺ ഇൻ ദ ടാഗ്. ഇനിയിപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഒരു പ്രോനൗൺ ആണെങ്കിൽ അത് തന്നെ നമുക്ക് എഴുതാം. അഥവാ നമുക്കൊരു പേര് നൗണാണ് നമ്മുടെ സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും നൗൺ എഴുതാൻ പറ്റില്ല. അതിന് പകരം പ്രോനൗൺ എഴുതണം. എന്താ പറഞ്ഞതെന്ന് ഞാനൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. രമേഷ് ഈസ് ടാൾ.
രമേഷ് ഈസ് ടോൾ. ഇവിടെ ഹീ ഈസ് ടോൾ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, രമേഷ് ഈസ് ടോൾ പേരാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെ നമുക്ക് ടാഗ് ഫ്രെയിം ചെയ്യാം? ആദ്യം നമ്മൾ നോക്കേണ്ടത് ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ് ഈസ് ഇവിടെ ഉണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് ഡു ഡസ് ഡിഡ് ചേർക്കേണ്ടി വരും. ഉണ്ടായതുകൊണ്ട് നമുക്ക് അതൊന്നും ചേർക്കണ്ട, ഈസ് നേരിട്ട് ചേർത്തു. നെക്സ്റ്റ്, ടാഗ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ടാഗ് പോസിറ്റീവ് ആണ്, അപ്പോൾ നമ്മുടെ ടാഗ് അല്ല, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആകണം. അപ്പോൾ ഈസ് പ്ലസ് നോട്ട്, ഈസ് നോട്ട്, അതിൻ്റെ ഷോർട്ട് ഫോം ഈസിൻ്റെ കിട്ടി. ഇനി ഈസിൻ്റെ രമേഷ് എന്ന് ചോദിക്കാൻ പാടില്ല, നമുക്ക് ഷോർട്ട് ഫോമിലാണ് ക്വസ്റ്റ്യൻ വേണ്ടത്. അപ്പോൾ രമേഷിന് പകരം നമ്മൾ ഹീ എന്ന് ചേർക്കണം, ഈസ് ഇൻ ഹീ. ഇനി രമേഷിന് പകരം ഹീ ഈസ് ടോൾ എന്നായിരുന്നെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എഴുതാം ഈസ് ഇൻ ഹീ, കാരണം ഓൾറെഡി പ്രോനൗൺ ഫോമിലാണ് സബ്ജക്റ്റ് വരുന്നത്. പ്രോനൗൺ ഫോമിലല്ല സബ്ജക്റ്റ് വരുന്നതെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റിനെ പ്രോനൗൺ ഫോമിലേക്ക് ആക്കണം, അതിനുശേഷം വേണം നമ്മൾ ടാഗ് ഫോം ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ഗേൾസ് ആർ കമ്മിങ് അല്ലെങ്കിൽ ദ ഗേൾസ് ആർ സിംഗിങ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഗേൾസ് സബ്ജക്റ്റ് ആണ്, ആറ് നമുക്ക് ഓക്സിലറി വെർബും സിംഗിങ് മെയിൻ വെർബുമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ, സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നെഗറ്റീവ് വേണം. ആർ നോട്ട് എന്താകും? ആർ പ്ലസ് നോട്ട് ആറിൻ്റ് ആകും അല്ലേ. ആർ പ്ലസ് നോട്ട് ആർ നോട്ട്, അതായത് ആറിൻ്റായി ഷോർട്ട് ഫോമിൽ. ദ ഗേൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് പരം ഗേൾ മാത്രമായിരുന്നെങ്കിൽ, ഒരാളായിരുന്നെങ്കിൽ നമുക്ക് ഷീ എന്ന് ചേർക്കാമായിരുന്നു. പക്ഷേ ഇത് ഒന്നിലധികം ആളുകളുണ്ട് അല്ലേ, ഗേൾസ്. അപ്പം അവർ എന്ന് നമുക്ക് ചേർക്കാൻ പറ്റും. ദ ഗേൾസ് ആർ സിംഗിങ്, പെൺകുട്ടികൾ പാടുകയാണ്. അവർ പാടുകയാണോ, അവർ പാടുകയാണോ, ഇങ്ങനെയല്ലേ നമ്മൾ ചോദിക്കത്തുള്ളൂ അല്ലേ. അവർ പാടുവാണോ, അപ്പം അവർ എന്നുള്ള കോൺസെപ്റ്റ് വരും അല്ലേ, പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ. അപ്പം ദേ എന്നാണ് അവിടെ നമ്മൾ ചേർക്കേണ്ടത്, ആറിൻ്റ് ദേ. ക്ലിയർ അല്ലേ? ഇവിടെയാണ് നമുക്ക് പ്രോനൗൺ ഫോം എന്തായാലും മസ്റ്റായിട്ട് നമുക്ക് ടാഗിൽ പ്രോനൗൺ ഫോം എഴുതാൻ പറ്റും, ഷോർട്ട് ഫോം. ഹി, ഷീ, ഇറ്റ്, ദേ തുടങ്ങിയ ഷോർട്ട് ഫോമിലുള്ളത്, പ്രോനൗൺ ഫോമിലുള്ളത് മാത്രമേ നമുക്ക് ടാഗിൽ എഴുതാനായിട്ട് സാധിക്കൂ. നെക്സ്റ്റ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസുകളുടെ പ്രത്യേകത. ഇപ്പം നമ്മൾ പഠിച്ച റൂൾസുമായിട്ട് ഒന്നും ബന്ധമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ചിലപ്പോൾ സബ്ജക്റ്റ് കാണില്ല, ചിലപ്പോൾ അതിനകത്ത് വെർബ് കാണില്ല, ഒന്നും കാണില്ല. നമ്മൾ പിന്നെ എങ്ങനെ ഇത് എഴുതും എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ചില ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൽ റിക്വസ്റ്റ്, കമാൻഡ്, സജഷൻ ഓർ അഡ്വൈസ് ഇതിലേതെങ്കിലും ഒന്നായിരിക്കാം. അപ്പോൾ നോക്കിക്കേ, ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്ത് തരം സെൻറ്റൻസ് ആണ്? അതിൽ നമുക്ക് ആരോടെങ്കിലും റിക്വസ്റ്റ് ചെയ്യുന്നത് പോലെ സംസാരിക്കാം, അല്ലെങ്കിൽ കമാൻഡ് ഓർഡർ ഇടുന്നത് പോലെ സംസാരിക്കാം, അതുമല്ലെങ്കിൽ നമുക്ക് അഡ്വൈസ് ഉപദേശം കൊടുക്കുന്നത് പോലെയും സംസാരിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മുടെ ടൈപ്പ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസിലെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കിവിടെ റിക്വസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റിക്വസ്റ്റ് പറയുകയാണ്, അതുപോലെ കമാൻഡ് പറയുകയാണ്, അതല്ലെങ്കിൽ സജഷൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ റിക്വസ്റ്റ് ആവുമ്പോൾ ഇവിടെ നമുക്ക് പ്ലീസ് ചേർക്കാം. അതാകുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവും അതൊരു റിക്വസ്റ്റ് ആണെന്ന്. പ്ലീസ് ഓപ്പൺ ദ ഡോർ, അതവിടെ റിക്വസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലേ. പ്ലീസ് ഓപ്പൺ ദ ഡോർ, ദയവായി ആ ഡോർ ഒന്ന് തുറക്കുമോ. അപ്പോൾ അവിടെ ടാഗ് വരേണ്ടത് നമുക്കിതിനകത്ത് ഓക്സിലറി വെർബില്ല, അതുപോലെ മെയിൻ വെർബില്ല, അതുപോലെ പിന്നെന്താ, മെയിൻ വെർബ് ഉണ്ട്, ഓപ്പൺ ഉണ്ട്, പക്ഷെ മെയിൻ സബ്ജക്റ്റ് ഇല്ല, സബ്ജക്റ്റ് മിസ്സിംഗ് ആണ്. സബ്ജക്റ്റിൻ്റെ പേരോ അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ പ്രോനൗൺ ഫോമോ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നമുക്കിവിടെ എന്ത് ചേർക്കാം? വിൽ യു അങ്ങ് ചേർത്തോണം. ഓക്കെ, നെക്സ്റ്റ്, കമാൻഡ്, ഡോണ്ട് ബി ലേറ്റ്, താമസിക്കരുത്, നേരത്തെ വരണം. അതൊരു കമാൻഡാണ്. അപ്പോൾ കമാൻഡ് പറയുമ്പോൾ നമുക്ക് എന്ത് ചേർക്കാം? വിൽ യു ചേർക്കാം. മോസ്റ്റ് ഓഫൺ ആയിട്ട് നമ്മൾ ചേർക്കുന്നത് വിൽ യു ആണ്. ക്യാൻ യു ചേർത്താലും തെറ്റില്ല, പക്ഷേ നിങ്ങൾ മാക്സിമം വിൽ യു തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കാം. സജഷൻ, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ഇനി ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിൻ്റെ ഷോർട്ട് ഫോം ആണ് ലെറ്റ്സ്? ലെറ്റസിൻ്റെ ഷോർട്ട് ഫോം ആണ് ലെറ്റ്സ്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ഇങ്ങനെ ലെറ്റ്സിൽ തുടങ്ങുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഷാൾ വി. ഓക്കെ, ലെറ്റ്സിലാണ് ആരംഭിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ടാഗ് എന്തെഴുതാം? ഷാൾ വി എന്നെഴുതാം. അസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളല്ലേ, അപ്പോൾ വി ആണ് നമ്മളവിടെ ഞങ്ങൾക്ക് എഴുതുന്നത് അല്ലേ. ഷാൾ വി എന്നാണ്. ലെറ്റ്സിൽ ആരംഭിച്ചാൽ ടാഗ് എന്തെഴുതാം? ഷാൾ വി എന്നങ്ങ് എഴുതിക്കോണം. അതുപോലെ തന്നെ ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ റിക്വസ്റ്റ്, കമാൻഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? വിൽ യു എഴുതാം അല്ലേ. അപ്പോൾ വിൽ യു എവിടെയാണ് എഴുതേണ്ടത്, ഷാൾ വി എവിടെയാണ് എഴുതേണ്ടത് കൃത്യമായി പഠിച്ചുകൊള്ളുക. അതായത് വിൽ യു ആണെങ്കിൽ അത് ഇമ്പറേറ്റീവ് സെൻറ്റൻസിലെ റിക്വസ്റ്റോ കമാൻഡോ ആയിരിക്കും. ലെറ്റ്സ് തുടങ്ങുന്ന സെൻറ്റൻസുകളാണെങ്കിൽ എന്താണ്? ഒരു സജഷൻ ആയിരിക്കും ലെറ്റ്സ് വെച്ചിട്ട് കാണിക്കുക അല്ലേ. അതാണെങ്കിൽ നമുക്ക് ഷാൾ വി യൂസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ലെറ്റ്സ് ആണെങ്കിൽ ഷാൾ വി. അതുപോലെ തന്നെ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് റിക്വസ്റ്റോ കമാൻഡോ ആണെങ്കിൽ വിൽ യു. പഠിച്ചല്ലോ. നെക്സ്റ്റ്, റൂൾ നമ്പർ 7, സ്പെഷ്യൽ കേസസ്. കണ്ടിട്ടില്ലാത്ത ചില മാറ്റങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതുവരെ കണ്ടതിൽ വെച്ച് വളരെ വ്യത്യസ്തമായ ചില റൂളാണ്.
സ്പെഷ്യൽ കേസിൽ പറയാനുള്ള ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഐ ആം യൂസ് ചെയ്യുകയാണ്. ഐ ആം ലേറ്റ്. നമുക്കിത് എങ്ങനെ ടാഗ് ആക്കാൻ പറ്റും? ഓക്കെ, ആമിൻ്റെ എന്നൊരു വാക്കില്ല, ആം പ്ലസ് നോട്ട് നമുക്ക് ചേർക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഐ ആം വന്നാൽ കണ്ണും പൂട്ടി എഴുതാവുന്ന ഒരു വാക്കാണ് ആറിൻറ്റ് ഐ. ഓക്കെ, ഐ ആം ആണോ തുടങ്ങുന്നത്? ഐ എം എ ഗേൾ അല്ലെങ്കിൽ ഐ എം എ സ്റ്റുഡൻറ്റ്, ഐ എം ലേറ്റ്. ഐ ആമിൽ തുടങ്ങുന്ന സെൻറ്റൻസുകളുടെ ടാഗ് എല്ലായ്പ്പോഴും ആറിൻറ്റ് ഐ ആയിരിക്കും. ഐ ആമിൽ തുടങ്ങുന്ന സെൻറ്റൻസുകളുടെ എല്ലായ്പ്പോഴും ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? ആറിൻറ്റ് ഐ ആയിരിക്കും. അത് പഠിച്ചല്ലോ. സ്പെഷ്യൽ കേസാണ്. എന്താണ് ഇത്? ഓർത്ത് വെച്ചിരിക്കുക, എഴുതിയെടുക്കുക, നന്നായി പഠിക്കുക. ഐ ആം ആണെങ്കിൽ ആറിൻറ്റ് ഐ നമ്മൾ പഠിച്ചതാണ്. ലെറ്റ്സ് വന്നാൽ എന്താണ് വരിക? ഷാൾ വി. ഇപ്പം നമ്മൾ പറഞ്ഞല്ലേ, ലെറ്റ്സ് വന്നാൽ ഷാൾ വി ആണ് വരേണ്ടത്. ലെറ്റ്സ് പ്ലേ, ഷാൾ വി. ലെറ്റ്സ് ഗോ എന്ത് പറയാം? ലെറ്റ്സ് ഗോ എന്ത് പറയും? ഷാൾ വി. എന്ത് വന്നാലും ലെറ്റ്സ് ആണോ ഷാൾ വി കൊടുക്കാം. എവ്രി വൺ, നോബഡി, സംബഡി ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും പ്രോനൗൺ ഫോമിൽ കൊടുക്കുക? പ്രോനൗൺ. അതായത് ടാഗിന് അവസാനം നമ്മളൊരു പ്രോനൗൺ ചേർക്കില്ലേ? ഹി അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഇറ്റ്, ദേ. അപ്പോൾ എവ്രി വൺ വന്നാലും നോബഡി വന്നാലും സംബഡി സബ്ജക്റ്റ് ആയിട്ട് വന്നാലും നമ്മുടെ ടാഗിൻ്റെ അവസാനം നമുക്ക് കൊടുക്കാവുന്നത് ദേ ആണ്. ഇപ്പം നമ്മൾ ഗേൾസ് എന്ന് പറഞ്ഞപ്പം ആറിൻ്റെ ദേ എന്ന് ചോദിച്ചില്ലേ? അതുപോലെയാണ് നമ്മുടെ നോബഡി, എവ്രിബഡി, സംബഡി. നോക്കിക്കേ, എവ്രി വൺ ലൈക്സ് മ്യൂസിക്. അപ്പോൾ എവ്രി വൺ ലൈക്സ് മ്യൂസിക്. ഇവിടെ നമുക്ക് എന്താണ്? ഡു അല്ലെങ്കിൽ ഡസ് അല്ലെങ്കിൽ ഡിഡ് ചേർക്കണം. കാരണം ഓക്സിലറി വെർബ് കാണാനില്ല, പ്രസൻറ്റ് ടെൻസ് ആണെന്നറിയാം അല്ലേ? അപ്പോൾ എവ്രി വൺ ആണ് സബ്ജക്റ്റായിട്ട് വന്നത്, അതുകൊണ്ട് തന്നെ പ്ലൂറൽ ആണ്. അപ്പോൾ നമുക്ക് ഡു ചേർക്കേണ്ടി വരും. നോട്ട് ചേർക്കണം. പോസിറ്റീവിന് നെഗറ്റീവിലേക്ക് മാറ്റുമ്പോൾ ഡോണ്ട് എന്നാവും. ഡു നോട്ട് എന്താവും? ഷോർട്ട് ഫോമിൽ ഡോണ്ട് ആവും. പക്ഷേ എവ്രി വൺ, ഡോണ്ട് എവ്രി വൺ എന്നല്ല ചോദിക്കേണ്ടത്. എവ്രി വണ്ണിന് പകരം നമ്മൾ ചേർക്കേണ്ടത് എന്താണ്? ദേ. ഇപ്പോൾ നോബഡി ആണെങ്കിൽ ദേ, സംബഡി ആണെങ്കിലും ദേ ആണ് ചേർക്കേണ്ടത്. ഓക്കെ, നോബഡി കോൾഡ്. നോബഡി എന്ന് പറഞ്ഞാൽ ആരും ഇല്ല എന്ന് തന്നെയാണ് മീനിങ്, ആരും വിളിച്ചില്ല. പക്ഷേ നമ്മൾ നോബഡി വന്നാലും എന്ത് തന്നെ ചേർക്കണം? ദേ ചേർക്കണം. പിന്നെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? നോബഡി കോൾഡ്, ഇവിടെ നോട്ടൊന്നും ചേർത്തിട്ടില്ല, പക്ഷേ ഇവിടെയും നെഗറ്റീവിലാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ്? നോബഡി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സെൻസിലാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നെവർ, അതുപോലെ സെൽഡം, റെയർലി. ഒന്ന് എഴുതിയെടുത്തോണം. നെവർ, സെൽഡം, അതുപോലെ റെയർലി തുടങ്ങിയ നെഗറ്റീവ് വേർഡ്സ് വരില്ലേ? ഇപ്പം നോബഡി, അതും ഒരു നെഗറ്റീവ് വേർഡാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കില്ല. ഈ വാക്കുകൾ വന്നാൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ ടാഗിൽ പിന്നെ നെഗറ്റീവ് കൊടുക്കാൻ പാടില്ല, ടാഗ് പോസിറ്റീവായിട്ട് വരും. അപ്പോൾ ഡിഡ്, ദേ. കോൾഡ് വന്നത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഡിഡ് യൂസ് ചെയ്തത്. കാരണം ഇവിടെ ഓക്സിലറി വെർബ് വേറെ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഡു, ഡസ്, ഡിഡ് ചേർക്കണ്ടേ? അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഡിഡ്. ഓൾറെഡി നെഗറ്റീവ് ആണ് സ്റ്റേറ്റ്മെൻറ്റ്, അതുകൊണ്ട് പോസിറ്റീവ് ടാഗ്. നോബഡി വന്നാൽ അവസാനം ദേ. ക്ലിയർ അല്ലേ? നെവർ, സെൽഡം, റെയർലി. ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. നെവർ, സെൽഡം, റെയർലി വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ് സ്റ്റേറ്റ്മെൻറ്റ്. നെഗറ്റീവ് ആയിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവായിട്ട് വേണം നിങ്ങൾ കരുതാൻ. അപ്പോൾ നമ്മുടെ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഹി നെവർ ഈറ്റ്സ് ജങ്ക് ഫുഡ്. നെവർ ആണ് ഇവിടെ നെഗറ്റീവ്, നോട്ടിന് പകരം നെവർ ആണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി നെഗറ്റീവ് സെൻറ്റൻസുകൾക്ക് പോസിറ്റീവ് ടാഗല്ലേ കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഡസ് ഹി. ഡസ് എങ്ങനെ കിട്ടി? ഹി എന്ന് പറയുന്ന സബ്ജക്റ്റും ഇവിടെ മെയിൻ വെർബുമാണ്, ഓക്സിലറി വെർബ് ഇല്ല. അപ്പോൾ ഹി സിംഗുലർ ആണ്, ഈറ്റ്സ് പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ എന്ത് എഴുതും? ഡു ആണോ ഡസ് ആണോ ഡിഡ് ആണോ? ഡസ് ചേർക്കുക. നെഗറ്റീവ് ചേർക്കാൻ പാടില്ല, ഓൾറെഡി നെഗറ്റീവ് ആണ്. അപ്പം പോസിറ്റീവ് നിൽക്കുക. ഡസ് ഹി. ഹി എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റിൻ്റെ പ്രോനൗൺ ഫോമിൽ തന്നെയാണ് സബ്ജക്റ്റ് കിടക്കുന്നത്. ഇങ്ങനെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ. ഇനി നമുക്ക് ഷോർട്ട് ഫോമുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഹെൽപ്പിംഗ് വെർബുകളും അതിൻ്റെ നെഗറ്റീവ് ടാഗുകളുമാണ്. ഈസ് പ്ലസ് നോട്ട്. ഈസ് പ്ലസ് നോട്ട് എന്താകും? ഈസിൻ്റെ ആകും. ഈസ് പ്ലസ് നോട്ടാണ് ഈസിൻ്റെ, അതായത് ഈസ് നോട്ട് ഈസിൻ്റെ ആകും. ആം പ്ലസ് നോട്ട് എന്താണ്? അങ്ങനെ ഒരു വാക്ക് നമുക്കില്ല അല്ലേ? ആം വന്നു കഴിഞ്ഞാൽ എന്ത് വരണമെന്നാണ് പഠിച്ചത്? ആറിൻ്റെ വരണമെന്നാണ് പഠിച്ചത്. ആം പ്ലസ് നോട്ടും ആറിൻ്റെ ആണ്. ആർ പ്ലസ് നോട്ടും എന്ത് തന്നെയാണ്? ആറിൻ്റെ. പഠിച്ചല്ലോ. ഈസ് പ്ലസ് നോട്ട് ഈസിൻ്റെ, ആം പ്ലസ് നോട്ട് ആറിൻ്റെ, ആർ പ്ലസ് നോട്ട് ആറിൻ്റെ. വീണ്ടും വാസിൻ്റെ കൂടെ നോട്ട് ചേർന്നാൽ വാസിൻ്റെ ആകും. വേറിൻ്റെ കൂടെ ആണെങ്കിലോ വേറിൻ്റെ. ഹാവ് പ്ലസ് നോട്ട് ഹാവിൻ്റെ ആയി. അപ്പോൾ അതും പഠിച്ചല്ലോ. വാസ് പ്ലസ് നോട്ട് വാസിൻ്റെ, വേർ പ്ലസ് നോട്ട് വേറിൻ്റെ, ഹാവ് പ്ലസ് നോട്ട് ഹാവിൻ്റെ. ഇനി നമുക്ക് 2, 3, 4 എണ്ണം കൂടെ അല്ലേ. വിൽ പ്ലസ് നോട്ട് വോണ്ട് ആകും. അത് ശ്രദ്ധിക്കണം. വിൽ നോട്ടാണ് എന്തായി മാറുന്നത്? വോണ്ട്. ക്യാൻ പ്ലസ് നോട്ട് കനോട്ട്. കനോട്ടിൻ്റെ ഷോർട്ട് ഫോം എന്താണ്? കാൺട്ട്.
ഷുഡ് പ്ലസ് നോട്ട് ഷുഡിൻഡ് അല്ലേ, ഷുഡിൻഡ്. ഷാൾ പ്ലസ് നോട്ട് ഷാൻഡ് ആവും, അതൊന്ന് ശ്രദ്ധിക്കുക. ഷാൾ പ്ലസ് നോട്ട് ഷാൻഡ്, വിൽ പ്ലസ് നോട്ട് വോണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ട് ഫോമിലേക്ക് എഴുതേണ്ടത്. ഹെൽപ്പിംഗ് വെർബുകളോടൊപ്പം നോട്ട് ചേർത്താണ് നമ്മൾ നെഗറ്റീവ് ആക്കുന്നത്. എന്നാൽ നെഗറ്റീവുകൾ എഴുതുന്ന സമയത്ത് ഷോർട്ട് ഫോമിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളിവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഷീ ഈസ് നൈസ്, ഷീ ഈസ് നൈസ്. എങ്ങനെ ടാഗ് എഴുതാം? ഈസ് നെഗറ്റീവ് ആക്കുന്നു, ഷീ ഈസ് ഇൻ ഷീ. I am late, I am വന്നാൽ aren't I അല്ലേ. You are happy, aren't you. He was tired, wasn't he. നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് എഴുതി നോക്കാം കേട്ടോ. They were angry, weren't they. വേറിൻ്റെ നോട്ട് ചേർക്കുമ്പോൾ weren't I. You have eaten, haven't you. She will come, won't she. He can swim, can't he. We should go, എന്താവും? Shouldn't we. Okay, should plus not shouldn't ആണ്. Now we are moving to work out some questions. അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇനി പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷീ ഈസ് എ ടീച്ചർ. ഷീ ഈസ് എ ടീച്ചർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അല്ലേ. ഇത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, നമ്മൾ ടാഗിലേക്കാണ് മാറ്റാനായിട്ട് പോകുന്നത്. 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈസ് ഇൻ ഷീ, ഈസ് ഷീ, വാസ് ഇൻ ഷീ. വേഗം കമന്റ് ചെയ്തോളൂ ആൻസർ. ഷീ ഈസ് എ ടീച്ചർ. ഇത് നമ്മുടെ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് നെഗറ്റീവ് ടാഗ് വേണം. അപ്പോൾ നെഗറ്റീവിൽ 2 ഓപ്ഷനാണ് നിൽക്കുന്നത്, നമുക്കിത് എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഈസ് ഇൻ ഷീ ഉണ്ട്, വാസ് ഇൻ ഷീ ഉണ്ട്. ഏതാണ് ആൻസർ വരിക? ഈസ് ഇൻ ഷീ അല്ലേ. ഈസ് ഇൻ ഷീ, എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. യെസ്. നെക്സ്റ്റ് വൺ, ദേ ക്യാൻ സ്വിം വെൽ. ക്വസ്റ്റ്യൻ നമ്പർ 2, ദേ ക്യാൻ സ്വിം വെൽ എന്താവും? പോസിറ്റീവ് ആണ്, അപ്പോൾ നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ നെഗറ്റീവിൽ 2 ഓപ്ഷൻ വരുന്നുണ്ട്. പോസിറ്റീവ് വരുന്നത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ കാൺട്ട് ദേ ആണോ കുഡിൻറ്റ് ദേ ആണോ? എന്തായിരിക്കും ആൻസർ? എന്തായാലും കാൺട്ട് ദേ ആയിരിക്കണം അല്ലേ. യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ്, യു ഡോണ്ട് ലൈക്ക് കോഫി. എന്തായിരിക്കും ആൻസർ? ഡു യു ആണോ, ഡോണ്ട് യു ആണോ, ഡിഡിൻറ്റ് യു ആണോ? എന്തായിരിക്കും? ഇവിടെ നെഗറ്റീവ് ആകുമ്പം നമുക്ക് പോസിറ്റീവിൽ വരണം. പോസിറ്റീവിൽ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കറക്റ്റ് ആണോ? യെസ്, ഡു യു. 4ാമത്തെ ചോദ്യം, ഹി വെൻറ്റ് ടു ദ മാർക്കറ്റ്. ഹി വെൻറ്റ് ടു ദ മാർക്കറ്റ്. ഇവിടെ നമുക്ക് ഓക്സിലറി വെർബ് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഈസ്, ആം, ആർ, വാസ്, വെയർ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് അല്ലെങ്കിൽ ഡിഡ് ചേർക്കണം. പക്ഷേ ടെൻസ് നോക്കണം. ടെൻസ് വെൻറ്റ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഡിഡിൻറ്റ് ചേർക്കണം. ഡിഡിൻറ്റ് ചേർക്കുമ്പോൾ എ ഓപ്ഷൻ വരുന്നത് ഡിഡിൻറ്റ് ഹി. ഓക്കെ, നെക്സ്റ്റ്, ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക്. അപ്പോൾ പോസിറ്റീവ് ആണ്, അപ്പോൾ നെഗറ്റീവിലേക്കാണ് ടാഗ് കൊണ്ടുവരേണ്ടത്. നെഗറ്റീവിൽ 2 ഓപ്ഷൻ ഉണ്ട്, ഹാസ് ഇൻ ഷീ ഉണ്ട്, ഡിഡ് ഇൻ ഷീ ഉണ്ട്. ഏതായിരിക്കും ആൻസർ? ഹാസ് പ്ലസ് നോട്ട് ഹാസിൻറ്റ് ആണോ? യെസ്, ഹാസ് ഇൻ ഷീ. യെസ്, ഗുഡ്. 6ാമത്തെ ചോദ്യം, വി ഷുഡ് ഹെൽപ്പ് ദ പുവർ. പോസിറ്റീവ് ആണ് സ്റ്റേറ്റ്മെൻറ്റ്, അപ്പോൾ നെഗറ്റീവ് ആയിരിക്കണം ടാഗ്. നെഗറ്റീവിൽ നമുക്ക് 2 ഓപ്ഷനേ ഉള്ളൂ, ഷുഡിൻ വി, ഡോണ്ട് വി. ഏതാണ് ആൻസർ വരിക? ഷുഡിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ ഷുഡിൻ്റ് അല്ലേ, ഓപ്ഷൻ ബി അല്ലേ. യെസ്. The children are playing outside. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 7ാമത്തെ ചോദ്യം, ചിൽഡ്രൻ ആർ പ്ലേയിങ് ഔട്ട്സൈഡ്. എന്തായിരിക്കും ആൻസർ? വേഗം കമൻറ്റ് ചെയ്തോളൂ. ആറിൻ്റെ ദേ, ആർ ദേ, വേറിൻ്റെ ദേ. എന്തായിരിക്കും? ആറിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ ആറിൻ്റെ എന്ന് കിട്ടും, പിന്നെ ദേ. അപ്പോൾ എ ഓപ്ഷൻ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാം. യെസ്, ആറിൻ്റെ. ദേ വേറൻറ്റ് ലേറ്റ്. ഓൾറെഡി നെഗറ്റീവിൽ തന്നിട്ടുണ്ട് അല്ലേ, വേറൻറ്റ്. അപ്പോൾ നമുക്ക് വേറൻറ്റ് എന്ന് വരുമ്പോൾ പിന്നെ എന്ത് ചേർക്കാൻ പറ്റും? നെഗറ്റീവ് ചേർക്കാൻ പറ്റില്ല, അപ്പോൾ പോസിറ്റീവ് ആയിരിക്കണം. വേർ ദേ ആണോ ആർ ദേ ആണോ? ഇവിടെ നമ്മൾ എന്താണോ ടെൻസ് കൊടുത്തിരിക്കുന്നത് അത് വെച്ചിട്ട് തന്നെ നമ്മൾ ടാഗ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ വേർ ദേ അല്ലേ വരേണ്ടുന്നത്? യെസ്. നമ്മളിപ്പം 8 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആൻഡ്രൻ ആർമി നേവി SSC RRB അക്കാഡമി എന്ന് പറയുന്ന ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ. നിങ്ങൾ ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. 9ാമത്തെ ചോദ്യം, ഷീ റെയർലി ഈറ്റ്സ് ജങ്ക് ഫുഡ്. റെയർലി, ഈ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ. സെൽഡം, റെയർലി, നെവർ, നോബഡി തുടങ്ങിയ വാക്കുകളാണെങ്കിൽ നെഗറ്റീവ് ആണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ പോസിറ്റീവ് ആയിരിക്കണം നമ്മുടെ ടാഗ്. ഇതിനകത്ത് പോസിറ്റീവ് ടാഗ് ഏതൊക്കെയാണ്? ഡസ് ഷീ ഉണ്ട്, ഡിഡ് ഷീ ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് ആണ് എന്ന് മനസ്സിലായി. ഈറ്റ്സ് വരുമ്പോൾ എന്താണ്? പ്രസൻറ്റ് ടെൻസ് ആണ്. ഷീ സിംഗുലർ ആണ്. അപ്പോൾ ഡിഡ് ആണോ ഡസ് ആണോ? ഡസ് അല്ലേ വരേണ്ടത്, ഡസ് ഷീ ആണോ? യെസ്, ഡസ് ഷീ ആൻസർ. 10ാമത്തെ ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ എം ലേറ്റ് ടുഡേ. ഐ ആം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ വരിക? നമുക്കൊന്നും നോക്കാനില്ല. ആറിൻറ്റ് ഐ ആം ലേറ്റ് ടുഡേ, ആറിൻറ്റ്
ഐ. യെസ്, ആൻസർ കറക്റ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും 10 ചോദ്യങ്ങൾക്കും 10 ശരി ഉത്തരം ലഭിച്ചിട്ടുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് ചാനൽ നിങ്ങൾ ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും പുതിയ നോട്ടിഫിക്കേഷനും നോട്ടിഫിക്കേഷൻ്റെ PDF തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമായ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ഈ ഒരു പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ക്ലാസ്സുകൾ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഗ്രാമർ സെക്ഷനുകൾ ഫ്രീ ആയിട്ട് ലഭിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരിക. നമുക്ക് അടുത്ത ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.